അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം പടക്കാൻ കാരണമായിട്ടുള്ള മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിലകൊള്ളുന്ന മദീന കാണാൻ, മക്ക കാണാൻ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാവില്ല. അതുപോലെ തന്നെ ഉംറ ചെയ്യാൻ ഓരോ ദിവസവും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട്. എത്ര കണ്ടാലും മതിവരാത്ത ഒരു ഇടമുണ്ടെങ്കിൽ അത് മക്കയും മദീനയുമാണ്. ഇതുവരെ പോവാത്തവർക്ക് പോവാനും പോയവർക്ക് വീണ്ടും പോകാനും ഒരുപാട് ആഗ്രഹമുണ്ട്. എത്ര കണ്ടാലും പോയാലും മതിയാവില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും മക്കത്തും മദീനത്തും എത്തണ്ടേ? അതിന് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ ശക്തിയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുള്ള സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു സഹാബത്തേ എന്ന്. ഈ ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ഇഷ്ടം ഈ സൂറത്ത് ഓതലാണ് എന്നാണ് ഈ സൂറത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അത്രയും പോരീഷയാകപ്പെട്ട സൂറത്താണ് ഇത്. എപ്പോഴും പാരായണം ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. കടമുള്ളവരുടെ കടം വീടുവാനും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ വിജയിക്കാനും ഭാഗ്യങ്ങൾ ഉണ്ടാവാനും സമ്പന്നനാകാനും രോഗം മാറാനും വീട് പണി പൂർത്തിയാകാനും ലഹരിക്ക് അടിമപ്പെട്ടവൻ അതിൽ നിന്ന് മോചിതനാവാനും ദുനിയാവിലെ എല്ലാ ഹൈറും ഈ സൂറത്ത് പതിവാക്കിയവർക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു അവനിക്ക് നൽകുന്നതാണ്. മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സൂറത്ത് ഇറക്കപ്പെടുന്നത്. വിജയം ലഭിക്കുന്ന ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തവും ഇഷ്ടവും ലഭിക്കാൻ വളരെ ഉപകാരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും ഇഷ്ടവും തൃപ്തിയും ലഭിക്കാനും ഈ സൂറത്തിന് വളരെ ഉപകാരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും ഇഷ്ടവും തൃപ്തിയും ലഭിക്കാനും ഈ സൂറത്തിന് എല്ലാവരും ദിവസവും ഓതിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഇഷ്ടവും പൊരുത്തവും നമുക്ക് കിട്ടും. ഇത്രയും നേട്ടങ്ങളുള്ള ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹ് ആണ്. 29 ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റുന്ന സൂറത്താണ്. പരിശുദ്ധ മക്കത്തും മദീനത്തും എത്താൻ കൊതിക്കുന്നവരെ ഈ സൂറത്തിനെ പതിവാക്കുക. എങ്ങനെ ഓതേണ്ടതെന്ന് വെച്ചാൽ ആദ്യം വുളൂ ചെയ്യുക. എന്നിട്ട് ഖിബിലക്ക് മുന്നിട്ട് ഇരിക്കുക. ഔറത്ത് മറച്ച് ഖുർആൻ എടുത്ത് മറ്റു സംസാരങ്ങളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഔദും ബിസ്മിയും ചൊല്ലി ഈ സൂറത്ത് ഓതാൻ തുടങ്ങുക. നല്ല മനസ്സോടെ ആത്മാർത്ഥമായി നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് സൂറത്തുൽ ഫത്ഹ് ഓതുവാൻ തുടങ്ങുക. ഇങ്ങനെ ഖുർആൻ ഓതുമ്പോഴുള്ള അദബുകളെല്ലാം പാലിച്ച് ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടുന്നതാണ്. എനിക്ക് ഹജ്ജും ഉംറയും ചെയ്യണം
ഈ വർഷം തന്നെ മക്കയും മദീനയും കാണണമെന്ന് നിയത്തോടു കൂടി നിങ്ങളുടെ നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സൂറത്തിനെ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 9 ദിവസം 11 ദിവസം 21 ദിവസമോ തുടർച്ചയായിട്ട് ഓതുക. ഇങ്ങനെ ഓതിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് തന്നെ ഈ വർഷം തന്നെ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മക്കയും മദീനയും കാണാൻ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ അറിവിന് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും.